ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായല്ലോ കുഞ്ഞൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സജിന ഫിറോസ് ഖാന്റെയും, ഇപ്പൊ ഫിറോസ് ഖാൻ ചേർത്തൊക്കെ പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഇപ്പൊ സജിന നൂർ എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഫിറോസ് ഖാൻ എന്നൊക്കെ നേരത്തെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇപ്പൊ പുള്ളിക്കാരനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഉലച്ചിലുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ വേണമെങ്കിൽ സജിന പൂക്കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ അവർ വളരെയധികം ഹാപ്പി ആവും. എന്തായാലും അത്രയധികം ഹാപ്പി ആവേണ്ട തൽക്കാലം. കാരണം ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ സജിന പൂക്കുട്ടി എന്നും പൂക്കാത്ത കുട്ടി എന്നൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മുടെ പൂക്കുട്ടിയെ കൊണ്ടും സജിനയെ കൊണ്ടും എന്താ പറയുക, സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു ദുരന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഫിറോസ് ഖാന്റെ കാര്യമാണെങ്കിൽ ഒട്ടും പറയണ്ട. പുള്ളിക്കാരൻ ഇപ്പൊ ആ ഒരു പഴയ ശൈലിയൊക്കെ മാറ്റിയിട്ട് നന്മയുടെ പ്രതീകമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ബിഗ് ബോസിൽ വന്ന ഒരു ഫിറോസ് ഖാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പല ഇന്റർവ്യൂകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫിറോസ് ഖാൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ എന്താ പറയുക, വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, അല്ലേ? എന്നാൽ ഇപ്പോൾ പുള്ളിക്കാരന്റെ ശൈലിയൊക്കെ മാറി എന്താ പറയുന്നത്, നല്ല പിള്ള ചമയാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ. നല്ല പിള്ള ചമ്മയ്യാണ് എന്ന് പറഞ്ഞാല് മറ്റൊന്നുമല്ല കേട്ടോ, വളരെ പതിയെ പാവത്ത് നടിച്ചൊക്കെയാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ സംസാര ശൈലി. അപ്പൊ എന്തായാലും നമുക്ക് ഫിറോസ് ഖാൻ ചെയ്യുന്നത് മുഴുവനും തെറ്റാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഫിറോസ് ഖാന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. എന്നാൽ സജിന ചെയ്തതിന്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ ലൈഫല്ലേ, അത് ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പിന്നെ ഇവരൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോഴാണ്, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പബ്ലിക് ആക്കുമ്പോഴാണ് നമ്മളൊക്കെ അതേക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ പബ്ലിക് ആക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് എടുത്തിട്ട് അലക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ ഒരു ഫിറോസ് സജിന വിഷയത്തില് സോറി, പൂക്കുട്ടിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സജിന, പൂക്കുട്ടി, ഈ പറയുന്ന ഫിറോസ് ഖാൻ, ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു വിഷയത്തില് ഞാൻ ഇതുവരെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോ ഒന്നും ശരിക്കും വരുന്നുണ്ടായിരുന്നില്ല. റീച്ചൊക്കെ താഴേക്ക് പോയി. ആ പോട്ടെ, പോയതിനെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ഒരു ലൈക്ക് തീർച്ചയായും കൊടുക്കുക. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ അപരാധമാണ്, അപരാധമാണ്. അപ്പോൾ ആ ഒരു അപരാധ കഥകൾ കേൾക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ. ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ട വഴി ഓടാം. അങ്ങനെ നമ്മുടെ പൂക്കുട്ടി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് ഞാനും കൂടി പറഞ്ഞിനി നിങ്ങളെ ബോറടിപ്പിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എന്നാലും അറിയാത്ത ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ബിഗ് ബോസിൽ വന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഫിറോസ് ഖാന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഈ പറയുന്ന സജിന ഫിറോസ്. അപ്പോ ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ രണ്ടാമത്തെ ഭർത്താവാണ് ഈ പറയുന്ന ഡേഞ്ചർ ഫിറോസ് ഖാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ സജിന ഫിറോസ്, ഈ പറയുന്ന പൂക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, പൂമാല കെട്ടിക്കൊടുക്കുന്ന കുട്ടിയൊന്നും അല്ലാത്ത ഒരു കുട്ടിയാണ്. പക്ഷേ നമ്മുടെ ഓസ്കാർ ജേതാവൊക്കെയാണ് ഈ ഒരു കുട്ടി. ഈ ഒരു കുട്ടിയുടെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാല് സ്ത്രീ ഒരു ദൗർബല്യമാണ് പുള്ളിക്കാരന്റെ. അതാണ് ഈ ഒരു പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ദൗർബല്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു പുള്ളിക്കാരത്തിയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാവുകയാണ്. അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൽ ആദ്യം ഇവർ എന്താ പറയുന്ന ഈ ഒരു പൂക്കുട്ടിയുടെ ഒരു കുഞ്ഞിനെ അമ്മയാവുകയാണ്. എന്നിട്ട് ആ ഒരു അമ്മയായ ആ ഒരു കുഞ്ഞൊരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവർ തമ്മിൽ വീണ്ടും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയാണ്, വീണ്ടും പ്രഗ്നന്റ് ആവുകയാണ്. അങ്ങനെ അതിനെ ചൊല്ലിയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സജിന ഒന്ന് പറയുന്നു, ഫിറോസ് ഖാൻ മറ്റൊന്ന് പറയുന്നു, സജിന ഒരു തെളിവ് കൊടുക്കുന്നു, ഫിറോസ് ഖാൻ മറ്റൊരു തെളിവ് കൊടുക്കുന്നു. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങള്. ഇപ്പൊ ദേ ഈ ഒരു വിഷയത്തിൽ ദിയാസനയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. ദിയാസനയൊക്കെ വന്നിട്ട് എന്തൊക്കെയാണോ എന്തോ പൂണ്ട് വിളയാടുകയാണ്. ദിയാസന മാത്രമല്ല, അന്നമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, പിന്നെ വേറെ റോഷ്നി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് പറഞ്ഞു വരാം. എല്ലാവരുടെയും വോയിസ് കോളൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പക്ക അപരാധമാണ് കേട്ടോ ഇതൊക്കെ പറയുന്നതൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു പൂക്കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് പുള്ളിക്കാരത്തി കുറെ അങ്ങ് അടിച്ചെടുത്തു എന്നൊക്കെയാണ് ജനസംസാരം. അപ്പോ അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടേന്ന് പറഞ്ഞാൽ ദിയാസനയൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പൂക്കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ ഒരു സജിന ഒരു 3 കോടി രൂപയോളം ചോദിച്ചെന്നോ മേടിച്ചെന്നോ ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെറുതെ ആണെന്നുള്ള രീതിയിലൊക്കെ സജിന ചോദിച്ചു, കിട്ടിയില്ല. ഇനി ആരെങ്കിലും അതേക്കുറിച്ചിട്ട് തെളിയിക്കുകയാണെങ്കിൽ
അവർക്ക് ഞാനൊരു 2 കോടി തിരിച്ചു തരും എന്നുള്ള വെല്ലുവിളിയൊക്കെ പുള്ളിക്കാരത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വെല്ലുവിളിയിൽ നിന്ന് തന്നെ പോകാം. ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്, എന്റെ അക്കൗണ്ടിൽ എന്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എന്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 10 കോടി, അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നമാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. പോരെ? ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട് അപ്പം സരിത പോടാ നീയൊക്കെ. ഇനിയും കമന്റ് വാടാ. എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ പറയുന്ന സജിന പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കാനായിട്ട് റെഡി ആയിട്ട് ഒരാള് അങ്ങേ തലയ്ക്കലിരിപ്പുണ്ട്. ആരാണെന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, നമ്മുടെ ദിയ സൊന തന്നെയാണ്. സൊനയാണോ? എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മുടെ സൊന വന്നിരിക്കുകയാണ്. ദിയാസന വന്നിട്ട് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ദിയാസന പറയുന്നത് കേട്ടിട്ട് വരാം. ഞാൻ വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ അതിൽ 2 കോടി തരാന്ന്. അത് ഞാൻ വാങ്ങിക്കാൻ വരാം. റസൽ പൂക്കുറ്റി പറയുന്നു 3 കോടി എന്റെ അടുത്ത് ചോദിച്ചു എന്ന്. ഒരു തെളിവ്. ഓൾറെഡി 40 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് റസൽ പൂക്കുറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിച്ചെന്നു പറയുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചെന്നു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നൊക്കെയുള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുറ്റി തന്നെ പറയുന്ന പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സജന മറ്റുള്ളവരുടെ പ്രൂഫ്? അപ്പൊ 2 കോടി സജന താ. നമസ്കാരം. എല്ലാവരും എന്റെ ഇന്റർവ്യൂ കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതിനുശേഷം വീണ്ടും സജന നൂർ എന്നെ വെല്ലുവിളിച്ചു. ഇവിടെ നമ്മുടെ ദിയാസന പറയുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന പൂക്കുട്ടി തന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അതായത് പൂക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കാറ്, ഡയമണ്ട് നെക്ലസ്, ഗോൾഡ്, അതുപോലെ തന്നെ ലോക്കറ്റ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് പുള്ളിക്കാരൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ ഇതൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ വോയിസ് കോളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ദിയാസന പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 2 ലക്ഷം രൂപ ദിയാസനയ്ക്ക് തന്നെ കൊടുക്കാനാണ് ദിയാസന ആവശ്യപ്പെടുന്നത് നമ്മുടെ സജിനയോട്. അപ്പൊ എന്തായാലും സജിന പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറയുന്നതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത്. സജിന പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു 3 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ ഞാൻ ആവശ്യപ്പെട്ടത് തന്നെ ഈ പറയുന്ന പൂക്കുട്ടി ഇക്കായെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ പൈസയൊന്നും വേണമായിട്ടൊന്നും അല്ല കേട്ടോ. അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തേക്ക് ഒന്നും കിട്ടിയില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിനെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് ദേ വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സജിന ഫിറോസിന്റെ ന്യായവാദങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പൂക്കുട്ടി തന്നെ വന്നിരിക്കുകയാണ്. പൂക്കുട്ടിക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നിരിക്കുകയാണ്. എന്തായാലും പൂക്കുട്ടി അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പൂക്കുട്ടി പറയുന്നത് കേട്ടിട്ട് വരാം. അവർക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. So far from 23 September onwards I have paid almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, കമ്പറൻസിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, അങ്ങനെ. അപ്പൊ ഇനി നമ്മുടെ സജിനക്കുട്ടി ആര് ചാലഞ്ച് ചെയ്യുമെന്നാണ് മനസ്സിലാവാത്തത്. ദേ പൂക്കുട്ടി വന്നിരിക്കുന്നു. പൂക്കുട്ടി വന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന സജിനക്കുട്ടി ഇതുപോലെ ഇത്ര ലക്ഷം രൂപ ഞാൻ കയ്യിൽ പൈസ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ഇത്രയധികം വെട്ടി തുറന്ന് പറയുമ്പോ പിന്നെ ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ബന്ധത്തെ പറ്റിയിട്ട് നമ്മുടെ പൂക്കുട്ടി നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോൾ മാത്രം നമുക്കൊരു ഇത് തോന്നി. കാര്യം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന പുള്ളിയും ഇമ്മണി വലിയ പുള്ളിയും കൂടി ഒരുമിച്ച് ഒരിടത്ത് ഒത്തുകൂടിയ സമയത്തിന് ഈ വലിയ പുള്ളി ഈ ചെറിയ പുള്ളിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എന്തൊക്കെയോ ചെയ്യിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഏക്കനെക്കുട്ടി പുള്ളിക്കാരൻ അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവർ പറയുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, അയാള് തന്നെ പറയും. അത് നിങ്ങൾ കേട്ടോളൂ. നമുക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യനൊരു കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ 10-20 ലക്ഷം രൂപ ഇവർ എന്നോട് ഭയങ്കര കളി കഴിച്ചിട്ടുണ്ട്. കാര്യമാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നൊരു കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പോ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് അതൊരു പേടിയില്ല. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. കേട്ടില്ലേ? ഒരു എളുപ്പമില്ലാതെയല്ലേ വന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയില്. പക്ഷെ ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്നാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി ഉണ്ടല്ലോ സജിന, പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ പൂക്കുട്ടി പറയുന്നത് മുഴുവൻ കള്ളത്തരാണ്. അങ്ങനെ ഒന്നും അല്ല ഉണ്ടായിരുന്നത്, നേരെ തിരിച്ചായിരുന്നു. പണ്ട് കലാഭവൻ മണി ഒരു സിനിമയുടെ ഒരു ഭാഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എൻജോയ് എന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഈ ഒരു പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സജിന പറയുന്നതെന്ന് പറഞ്ഞാല്
അവര് ലൈഫ് ആസ്വദിച്ചതിൽ നിന്നാണ് അങ്ങനെ ഉണ്ടായത് എന്ന് തന്നെയാണ്. എന്നിട്ട് എന്താണ് പുള്ളിക്കാരത്ത് പറയുന്ന വാക്കുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അശ്ലീലം കലർത്തി തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പെണ്ണുപിള്ള പറയുന്നത് കേട്ടിട്ട് വരാം. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായുണ്ടല്ലോ കുഞ്ഞു. അപ്പൊ നമ്മുടെ സജിനയും പൂക്കുട്ടിയും തമ്മിലുള്ള ഈ ഒരു പൂക്കുറ്റി പ്രശ്നം അങ്ങനെ പെട്ടെന്നൊന്നും തീരുമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും ഇതിന് കൂടുതൽ തെളിവുകളൊക്കെ ഉണ്ട്. രണ്ടുപേരും മത്സരിച്ച് ഇങ്ങനെ തെളിവുകൾ, രണ്ടല്ല ശരിക്കും പറയുകയാണെങ്കിൽ 3 പേരും തെളിവുകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 3 അല്ല 2, 3, 4, 5 ഒന്നും അല്ല, ഇങ്ങനെ പലരും വന്നിട്ട് തെളിവുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദിയാസന കുറച്ച് തെളിവുകളുടെ കാര്യമൊക്കെ ദിയാസന പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പൂക്കുട്ടി പറയുന്നുണ്ട് തെളിവുകളുടെ കാര്യങ്ങളൊക്കെ, അതുപോലെ ഫിറോസ് പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട ഒട്ടുമിക്ക ആളുകളും തെളിവും കൊണ്ട് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ഇന്നോ നാളെ കൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി വോയിസുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.